എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിൽ കുറച്ച് പഴച്ചെടികൾ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും അല്ലേ? നമ്മുടെ ഗ്രോ ബാഗുകളിലോ അല്ലെങ്കിൽ പെയിൻറ്റിൻ്റെ ബക്കറ്റിലോ അല്ലെങ്കിൽ തറയിലോ, ഇപ്പോൾ സ്ഥലം ഒട്ടും തന്നെ ഇല്ലാത്തവർക്ക് പെയിൻറ്റിൻ്റെ ബക്കറ്റിലൊക്കെ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ പഴച്ചെടികൾ നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഞാനും കുറച്ച് പഴച്ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോൾ കൊണ്ടുപോകാനായിട്ട് ഞാൻ ഇപ്പോഴേ കുറച്ച് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്നോട് ചേട്ടൻ പറഞ്ഞു, നീ എന്തിനാ ഇപ്പോഴേ നട്ടുപിടിപ്പിക്കണ്ടേ, അവിടെ ചെന്നിട്ട് നട്ടുപിടിപ്പിച്ചാൽ പോരേന്ന്. അപ്പോൾ നമ്മൾ വീട് പണിയാനായിട്ട് ഏകദേശം 1 വർഷത്തോളം എടുക്കും, എന്തായാലും 8 മാസം 9 മാസമൊക്കെ എടുക്കും. അപ്പോൾ ആ ഒരു എന്തായാലും സമയം കഴിഞ്ഞിട്ട് നമ്മൾ വെക്കാന്ന് വെച്ചാൽ 1 വർഷം ചെടിയുടെ വളർച്ച അങ്ങ് കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നി കുറച്ച് പഴച്ചെടികൾ നട്ടുപിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിൽ ചെല്ലുമ്പോൾ കുറച്ചുകൂടി ഒന്ന് നോക്കിയൊക്കെ, ഞാനിപ്പോൾ ഇരിക്കുന്നത് സീതപ്പഴത്തിൻ്റെ അടുത്താണ്. എൻ്റെ സീതപ്പഴം ഇത്രയും വലുതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൈ ഞാൻ ഇപ്പം നട്ടിട്ട് നമ്മൾ വീട് വെച്ചിട്ട് നടുമ്പോഴേക്കും വളരാനായിട്ട് കുറേ സമയം എടുക്കൂലേ. അപ്പോൾ ഇത് ഏകദേശം ഒരു 3-4 മാസം പ്രായമെത്തിയ ഒരു സീതപ്പഴത്തിൻ്റെ തൈയാണ്. അപ്പം അതേപോലെ നട്ടുപിടിപ്പിച്ചേക്കുന്നതാണ്. കുറച്ച് പഴച്ചെടികളുള്ളൂ കേട്ടോ, നമ്മൾ ഒരുപാട് പഴച്ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടില്ല, വളരെ കുറച്ച് പഴച്ചെടികളുള്ളൂ. അപ്പോൾ അതിൻ്റെ വിശേഷമാണ് ഇന്ന് കൂട്ടുകാരോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീടായാൽ ഒരു അടുക്കളത്തോട്ടം വേണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അതുപോലെ തന്നെ ഒരു പൂന്തോട്ടം വേണമെന്നും പറഞ്ഞു. ഇനി അതിൻ്റെ ഇടയിൽ കുറച്ച് പഴച്ചെടികളും കൂടി ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമ്മൾ ടെറസിൽ നമ്മുടെ ചെടികളൊക്കെ കാണാൻ വരുമ്പോൾ ഒരു പഴം പറിച്ച്, ഇപ്പോൾ നമ്മുടെ മൾബറി ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൾബറി പറിച്ച് കഴിക്കുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമായിരിക്കും അല്ലേ. അതുകൊണ്ട് നമ്മുടെ പച്ചക്കറികളുടെ ഇടയിൽ കുറച്ച് പഴച്ചെടികൾ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പഴച്ചെടികൾ ഇന്ന് പരിചയപ്പെടുത്താം. ഇത് സീതപ്പഴമാണ് കേട്ടോ. അപ്പോൾ സീതപ്പഴം പോളൂന് ഭയങ്കര ഇഷ്ടമാണ് സീതപ്പഴം, അതുകൊണ്ടാണ് സീതപ്പഴം നമ്മൾ നട്ട് പിടിപ്പിച്ചേക്കുന്നത്. ഇതിപ്പോൾ ഒരു കറുത്ത ബാഗിലാണ് കേട്ടോ നട്ടിരിക്കുന്നത്, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ അത് മാറ്റി നട്ടുള്ളൂ, ഒരാഴ്ച ആയിട്ടുള്ളൂ. ഒരു കറുത്ത ബാഗിലേക്ക് മാറ്റിയിട്ട് പെട്ടെന്ന് കീറി പോകാവുന്ന രീതിയിൽ ഉള്ള ബാഗാണ്. ഗ്രോ ബാഗ് കറുത്തത് പെട്ടെന്ന് ചീത്തയായി പോകുമല്ലോ, അപ്പോൾ ആ ഒരു ടൈപ്പ് ബാഗാണ് വാങ്ങിച്ചത്. നമ്മൾ പുതിയ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റിലേക്ക്, നമുക്ക് ഒട്ടും തന്നെ സ്ഥലമില്ല, അതുകൊണ്ട് നമ്മൾ ടെറസിൻ്റെ മുകളിലായിരിക്കും കേട്ടോ ഇവരെല്ലാം നമ്മൾ നടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമാണ്, ക്യാൻസറിനൊക്കെ പ്രതിരോധിക്കാൻ കഴിവുള്ളതാണ്. ഇനി ഓർക്കക്കുറവുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റാർഡ് ആപ്പിൾ അഥവാ സീതപ്പഴം കഴിച്ചാൽ മതി, നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നതാണ്. വൈറ്റമിൻ സി ഒരുപാടുള്ളതാണ് പഴച്ചെടിയാണ് നമ്മുടെ കസ്റ്റാർഡ് ആപ്പിൾ അഥവാ സീതപ്പഴം. ഷുഗർ ആപ്പിൾ എന്നൊക്കെ നമ്മുടെ കസ്റ്റാർഡ് ആപ്പിളിനെ പറയും. ആമാശയത്തിലും വൻകുടലിലൊക്കെ വരുന്ന ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇതിൻ്റെ ഒരു പഴത്തിന് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഈ ഒരു കസ്റ്റാർഡ് ആപ്പിളിൻ്റെ സീതപ്പഴത്തിൻ്റെ തൈ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണേ. ഇനി നമുക്ക് അടുത്ത പഴച്ചെടിയുടെ അടുത്തേക്ക് പോവാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ എൻ്റെ കസ്റ്റാർഡ് ആപ്പിൾ. കണ്ടോ, ഇതിപ്പോൾ ഇത്രയും വളർന്നിട്ടുണ്ട് കണ്ടോ, ഇത്രയും പൊക്കത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചെടിയുടെ അടുത്തേക്ക് പോവാം. അടുത്ത ചെടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിലും തൊടിയിലും ഒക്കെ ഉണ്ടായി നിൽക്കുന്നതും നമുക്ക് ഒരു മീച്ചമില്ലാത്ത നമ്മുടെ ഇരുമ്പുംപുളിയാണ്. അപ്പോൾ നമ്മുടെ വീടായാൽ ഇരുമ്പുംപുളി അത്യാവശ്യമാണ്. നമ്മൾ ആരും തന്നെ ഇരുമ്പുംപുളീനെ മൈൻഡ് ചെയ്യാറില്ലല്ലേ. ഇന്ന് ഇരുമ്പുംപുളി വെച്ചിട്ട് നമുക്ക് ഒരുപാട് കറികൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ആകെ കൂടി നമ്മൾ ചെയ്യുന്നത് ഇരുമ്പുംപുളി വെച്ച് അച്ചാറിടും. അച്ചാർ മാത്രമാണ് കൂടുതൽ ആൾക്കാർ ഇരുമ്പുംപുളിയും കൊണ്ട് ചെയ്യുക. പക്ഷേ നമ്മുടെ ഈ ഒരു ഇരുമ്പുംപുളിയും കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് മാങ്ങാക്കറി പോലെ തന്നെ വെക്കാനായിട്ട് പറ്റും. മാങ്ങയ്ക്ക് പകരം ഇരുമ്പുംപുളി ചേർത്ത് നല്ല അടിപൊളി പാൽക്കറി വെക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാഷ് തന്നതാണ് ഈ ഇരുമ്പുംപുളിയുടെ തൈ. അങ്ങനെ അതിനെ നട്ട് പിടിപ്പിച്ചപ്പോൾ നിറയെ കൂമ്പൊക്കെ വന്ന് നിറയെ ഇലയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇത് തറയിൽ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പൊക്കത്തിൽ പോകും, നിറയെ ഇരുമ്പുംപുളി ഉണ്ടാവും. നമുക്ക് അത്ര ഇരുമ്പുംപുളി ആവശ്യമില്ല, നമ്മൾ ഒരുപാട് ഇരുമ്പുംപുളി ഉപയോഗിക്കില്ല, വളരെ കുറച്ച് ഇരുമ്പുംപുളിയാണ് ഉപയോഗിക്കുക കറികളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ചട്ടിയിൽ തന്നെയായിരിക്കും നിർത്തുക. അതുകൊണ്ട് ഭയങ്കര കൊലകുത്തി ഇരുമ്പുളി ഉണ്ടാവില്ല, നമ്മുടെ ആവശ്യത്തിനുള്ള ഇരുമ്പുളി നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. ഇരുമ്പുളി ചാളയൊക്കെ ഇട്ട കറി ഉണ്ടല്ലോ, വളരെ സൂപ്പറാണ്, നല്ല കിടു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇരുമ്പുളിയിൽ കുറച്ച് ഉപ്പും മുളക് പൊടിയും ചേർത്ത് കഴിക്കാനും നല്ലതാണ്. ഒരുപാട് മൂത്ത പുളി ഒട്ടും ടേസ്റ്റില്ല ഇവിടെ കഴിക്കാനായിട്ട്.
പിഞ്ചായിട്ടുള്ള പുളി കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഇരുമ്പുളി ചെമ്മീനും വെക്കാം, ഇരുമ്പുളിയും ചാളയും വെക്കാം, അതുപോലെ തന്നെ ഇരുമ്പുളി പാൽക്കറി വെക്കാം, അങ്ങനെ ഇരുമ്പുളി കുമ്പളങ്ങയും വെക്കാം, ഇരുമ്പുളി പരിപ്പും വെക്കാം. അങ്ങനെ ഇരുമ്പുളി വെച്ചിട്ട് നമുക്ക് ഒരുപാട് കറികൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീടായാൽ ഒരു ഇരുമ്പുളിയുടെ തൈ അത്യാവശ്യമാണ്. നമ്മളിതിൻ്റെ ഗുണങ്ങളൊന്നും അറിയാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഇരുമ്പുളി ഉപയോഗിക്കാണ്ട് വെറുതെ കളയുന്നത്. വളരെ ഔഷധ ഗുണം കൂടി ഉള്ളതാണ് കേട്ടോ നമ്മുടെ ഇരുമ്പുളിക്ക്. അപ്പോൾ ഇരുമ്പുളി നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഇനി നമ്മൾ അടുത്തത് പരിചയപ്പെടാനായിട്ട് പോകുന്നത് പേരയാണ്. നമ്മൾക്ക് പേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് പേരയ്ക്ക. അപ്പോൾ എനിക്കിവിടെ 3 പേരത്തൈ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പേരയ്ക്ക പല നിറത്തിലുണ്ട്, വെള്ളയുണ്ട്, ചുമപ്പുണ്ട്, കടും ചുമപ്പിലുണ്ട്, ലൈറ്റ് ചുമപ്പിലുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് വെള്ള നിറത്തിലുള്ള സാധാരണ നാടൻ പേരയ്ക്കാണ്. അപ്പോൾ വീട്ടിൽ ഈ പേരയ്ക്ക ഉണ്ട്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഒരുപാട് സൈസ് വെക്കുന്നില്ല, ഇത്രയും സൈസ് ഉണ്ടാവത്തുള്ളൂ. നല്ല വെളുത്ത നല്ല മൂത്തയുമ്പോൾ നല്ല വൈറ്റ് കളറിലേക്ക് എത്തും. നല്ല വൈറ്റ് എന്ന് ഉദ്ദേശിച്ചപ്പോൾ ഭയങ്കര വൈറ്റ് അല്ല, ഒരു ആ പച്ചയിൽ നിന്ന് നല്ല പച്ചയായിട്ടുള്ള പേരയ്ക്കല്ല കേട്ടോ, ഒരു ലൈറ്റ് പച്ച. അത് മൂത്ത് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി ഒന്ന് വെളുക്കും. പഴുക്കാറാവുമ്പോൾ ലൈറ്റ് മഞ്ഞയിലേക്ക് എത്തും. പക്ഷെ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ് അത് കഴിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ കുരു പാകി പിടിപ്പിച്ചേക്കുന്നതാണ് കേട്ടോ. ഹൈബ്രിഡ് ആയിട്ടുള്ള ഒന്നും തന്നെ അല്ല കേട്ടോ അത്. എല്ലാം തന്നെ നമ്മുടെ വീട്ടിൽ കുരു ഇട്ട് മുളപ്പിച്ച പേരത്തൈയാണ്. ഹൈബ്രിഡായിട്ട് ഒരേ ഒരെണ്ണേ ഉള്ളൂ. അത് ഞാൻ വഴിയെ പരിചയപ്പെടുത്താം കേട്ടോ. പേരയ്ക്കയിൽ ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്, വളരെ നല്ലതാണ്. പേരയുടെ വേര് മുതൽ ഇല, പേരയുടെ എല്ലാ ഭാഗങ്ങളും തന്നെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ്, ഔഷധ ഗുണങ്ങളുള്ളതാണ് പേരയിലേക്ക്. അതുപോലെ തന്നെ പേരയുടെ വേരിനൊക്കെ ഔഷധ ഗുണങ്ങളുള്ളതാണ്. പ്രമേഹത്തിനും കൊളസ്ട്രോളിനൊക്കെ പേരയ്ക്ക വളരെ ഉത്തമമാണ്. അപ്പോൾ സാധാരണക്കാരുടെ ആപ്പിളായ പേരമരത്തിൻ്റെ അരികിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ പേരമരം. 1, 2, 3 അങ്ങനെ 3 പേരത്തൈയാണുള്ളത്. ഞാനൊരു ലെയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് പറയാറായിട്ടില്ല, ഞാൻ ചെയ്തിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. 40-45 ദിവസം എടുക്കും ലെയറിങ്ങിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഈ ഒരു പേരമരത്തിൻ്റെ നല്ല ശിഖരമുള്ളത് നോക്കി തിരഞ്ഞെടുത്ത് ലെയറിങ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷം ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പേരമരം. കൊളസ്ട്രോളിനും അതുപോലെ തന്നെ ഷുഗറിനൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു പേരയ്ക്ക കഴിക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്നത്. ഇനി പിന്നെ പേരയുടെ തളിരില ഉണ്ടല്ലോ, തളിരില അരച്ച് മുഖക്കുരുവൊക്കെ വന്നു കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പെട്ടെന്ന് തന്നെ മുഖക്കുരുവൊക്കെ മാറിക്കിട്ടും കേട്ടോ. പിന്നെ പേരയിലിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ പ്രമേഹത്തിനൊക്കെ നല്ലതാണെന്ന് പറയുന്നു. ഞാൻ ഇതേവരെ ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് നിങ്ങൾ ചാടി കയറി ചെയ്തേക്കല്ലേ കേട്ടോ. ഇപ്പം മുഖക്കുരുവിന് ഞാൻ ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഇപ്പോഴല്ല, ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കല്യാണത്തിനൊക്കെ മുമ്പ് മുഖക്കുരു വരുമ്പോൾ ഇങ്ങനെ പേരയുടെ കൂമ്പല ഇങ്ങനെ അരച്ച് ഇടുമ്പോൾ അത് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കണ കാര്യം ആര് പറഞ്ഞാലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ പേരയില തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതെന്ന് പറഞ്ഞ് കേട്ടറിവുള്ളൂ, ഞാനിതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. കേട്ടറിവ് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പേരമരം. അടുത്തത് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നോക്കിക്കേ, സോർസോപ്പാണ് അഥവാ മുള്ളാത്ത എന്ന് പറയും, ആത്തപ്പഴം എന്നൊക്കെ പറയും, ലക്ഷ്മണപ്പഴം എന്നൊക്കെ നമ്മുടെ ഈ മുള്ളാത്തേനെ പറയൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ വിശേഷമാണ് നമ്മൾ അടുത്തത് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതും കറി വെക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ. ക്യാൻസറിനൊക്കെ വളരെ ഉത്തമമായിട്ടുള്ളൊരു പഴച്ചെടിയാണ്. ഇതിൻ്റെ ഫ്രൂട്ട് വളരെ നല്ലതാണ്, ക്യാൻസറിനൊക്കെ പ്രതിരോധിക്കാൻ വളരെ നല്ലതാണ്. ഇതിൻ്റെ ഒരു പഴം കഴിച്ചു കഴിഞ്ഞാൽ ഇതിന് ചെറിയ മധുരവും ചെറിയ പുളിപ്പും ചേർന്നതാണ്. അതുകൊണ്ട് ഇതിന് പെട്ടെന്ന് അത്ര ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇത് കറി വെച്ച് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ഇറച്ചിയുടെ കൂടെ ഇട്ട് വെക്കാം കേട്ടോ. കടച്ചക്ക ഇറച്ചിയും കഴിക്കൂലേ, കടച്ചക്ക ഇറച്ചിയും വെക്കുന്നത് പോലെ തന്നെ കടച്ചക്കയ്ക്ക് പകരം നമ്മൾ ഇതിൻ്റെ ഒരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതൊരുപാട് ഇളതാവാനും പാടില്ല, ഒരുപാട് മൂക്കാനും പാടില്ല. മൂത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ ഇത് മധുരത്തിൻ്റെയും പുളിപ്പിൻ്റെയും ഇത് കൂടുതലായിരിക്കും. അത്ര ആ ഒരു പാകം എത്താത്ത ഒരു പരുവമുണ്ടല്ലോ, ഒരുപാട് മൂക്കാത്തൊരു പരുവം, ആ ഒരു പരുവത്തിലാണിത് കറി വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ കറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. തൊണ്ട് ചെത്തിക്കളഞ്ഞിട്ട് കുരുകുരുന്ന് അരിഞ്ഞ് അതിൻ്റെ കുരു പറക്കി കളയാം കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമുക്ക് ഇറച്ചിയും മുള്ളാത്തയും കൂടി തേങ്ങ വറുത്ത്
വറുത്തരച്ച് വെക്കാൻ വളരെ ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ഒലത്തി കഴിക്കാനും നല്ലതാണ് കേട്ടോ. ഇനി പഴം ഇഷ്ടമല്ലാത്തവർക്ക് നമുക്ക് ഇതേപോലെ ഒലത്തുകയോ അല്ലെങ്കിൽ ഇറച്ചിയിലിട്ട് വെക്കുകയോ ചെയ്യാം. അല്ലെങ്കിൽ പാല് പിഴിഞ്ഞിട്ട് അതിൽ കടച്ചക്ക നമ്മൾ പാല് പിഴിഞ്ഞ് വെക്കുമല്ലോ, അതേപോലെ നമുക്ക് ഇതിനെ മുള്ളാത്തേനെ നമുക്ക് പാല് പിഴിഞ്ഞ് വെക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പഴച്ചെടി ഇതാണ്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് മൾബറിയാണ്. അപ്പോൾ മൾബറിയുടെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. മൾബറി എങ്ങനെ നട്ടുപിടിപ്പിക്കാം, കമ്പ് കുത്തിയാണ് മൾബറി നടുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ കുറച്ച് പഴുത്ത് നിൽക്കുന്നുണ്ട്. പുറത്തേക്ക് അലക്സ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് മൾബറിയുടെ അടുത്തേക്കാണ് ഓടിപ്പോകുന്നത്. മൾബറി എല്ലാം പിഞ്ച് വരെ അവൻ പറിച്ച് കഴിച്ചു. ഇനിയിപ്പോൾ വളരെ കുറച്ച് ആ ചെടിയുടെ ഏറ്റവും അകത്ത് ഒളിച്ചിരിക്കുന്നത് മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാം തന്നെ അലക്സ് പറിച്ച് കഴിച്ചിട്ടുണ്ട്. മൾബറി എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് അതൊക്കെ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇതിൻ്റെയൊക്കെ റിസൾട്ട് ആവണമെങ്കിൽ ഇതിൽ നിന്നൊരു പഴം കിട്ടിയിട്ട് വേണം. നമ്മുടെ വീട്ടിലുണ്ട് ഇതെല്ലാം തന്നെ. ഇരുമ്പുളിയുണ്ട്, പേരയ്ക്കയുണ്ട്, മുള്ളാത്തയുണ്ട്. വീട്ടിലിഷ്ടം പോലെ പറമ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ എല്ലാം തന്നെ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുപോയി നട്ടതാണ് കേട്ടോ. ഇതിനു മുമ്പ് താമസിച്ചിരുന്ന വീട്ടിൽ മുള്ളാത്ത ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തൈ താഴെ ഇഷ്ടംപോലെ മുളച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു തൈ കൊണ്ടുപോയി നട്ടതാണ്. അധികം പൊക്കമൊന്നും വെച്ചിട്ടില്ല. സാധാരണ ഒരു എന്താ പറയുക, നമ്മുടെ 7 അടി പൊക്കത്തിലാണ് നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന മുള്ളാത്ത നിൽക്കുന്നത്. ഇഷ്ടംപോലെ മുള്ളാത്ത കിട്ടുന്നുണ്ട് നമുക്ക് അതിൽ നിന്ന്. അപ്പം അങ്ങനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തൈയാണ് കേട്ടോ. അതിൽ നിന്ന് തന്നെ കുരു വീണ് മുളച്ച് അങ്ങനെ ഉണ്ടായ ഒരു തൈയാണ് ഇത്. ഇനി നമുക്ക് ഒരു ഫ്രൂട്ട്സിൻ്റെ ചെടിയും കൂടി ഉണ്ട് കേട്ടോ. അത് നമ്മുടെ ബേറാപ്പിളാണ്, ഇളന്തിപ്പഴം എന്നൊക്കെ പറയും. അപ്പം ഞാനത് പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. ഈ 2 ആഴ്ച ആയിട്ടുള്ളൂ ഇളന്തിപ്പഴം വാങ്ങിച്ച് കൊണ്ട് വന്നിട്ട്, ഇളന്തിപ്പഴത്തിൻ്റെ ചെടി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പാത്രത്തിൽ നട്ട് വെച്ചിട്ടേ ഉള്ളൂ. പൂത്താണ് ഇപ്പം തന്നെ നിൽക്കുന്നത്. നമ്മൾ വാങ്ങിക്കൊണ്ടുവന്നപ്പോഴേ പൂത്താണ് കേട്ടോ നിന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നഴ്സറിയിൽ നിന്ന് വാങ്ങുമ്പം ശിഖരങ്ങളുള്ളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. ശിഖരങ്ങളുള്ളത് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ശിഖരങ്ങളുള്ളത് നോക്കിയിട്ടാണ് ഒരു ബേറാപ്പിളിൻ്റെ ചെടി വാങ്ങിച്ച് കൊന്നേക്കുന്നത്. ഇളന്തിപ്പഴം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ആപ്പിളിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കുമ്പോഴും. ചൈനക്കാരനാണ് നമ്മുടെ ഇളന്തിപ്പഴം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ്. അതുകൊണ്ട് ഞാനിത് കണ്ടപ്പോൾ തന്നെ ജസ്റ്റ് ഇങ്ങനെ പറയണ്ടായിരുന്നു ചേട്ടനോട്. പറയാതെ തന്നെ ചേട്ടൻ പറഞ്ഞു, നീ വേണമെങ്കിൽ ഒരു ഇളന്തിപ്പഴത്തിൻ്റെ ചെടി എടുത്തോ എന്ന് ഇങ്ങോട്ട് പറയുകയാണ് ചെയ്തത്. ഞാൻ കേൾക്കേണ്ട താമസം വേഗം പോയി ഓരെടുത്തു. ഭയങ്കര കൺഫ്യൂഷനാണ്, ഏതെടുക്കണമെന്ന് കുറേ നേരം നോക്കിയിട്ടാണ് അങ്ങനെ ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ നമുക്കിനി മൾബറീനെയും ഇളന്തിപ്പഴത്തിനെയും കൂടി കാണാം. അപ്പോൾ ഇത് ഞാൻ ഇരുമ്പുളി ഫുള്ളായിട്ട് കാണിച്ചു തന്നില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇരുമ്പുളി ഒരു ചാക്കിലാണ് നട്ടിരിക്കുന്നത്. ഒരു ചെറിയ കവറിൽ നട്ടപ്പോൾ അതിനെന്തോ വളരാൻ അതിനകത്ത് ഇഷ്ടമില്ല. അപ്പോൾ ഇതേപോലത്തെ പേര നട്ടേക്കണ കവർ കണ്ടോ, അതിനകത്ത് അങ്ങനത്തെ ഒരു ചെറിയ കവറിലാണ് നട്ടിരുന്നത്. അപ്പം അതിനകത്ത് നട്ടപ്പോൾ ഇരുമ്പുളിക്ക് എന്തോ ഇഷ്ടമില്ലാത്ത പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി വലിയ ഒരു ചാക്കിൽ നട്ടപ്പോൾ ഇരുമ്പുളി നല്ല ആർത്തൊലഞ്ഞ് വരുന്നുണ്ട്. കണ്ടോ, കൂമ്പൊക്കെ വലിച്ചിട്ടുണ്ട് കണ്ടോ. ഇത് നമ്മുടെ സീതപ്പഴവും അതുപോലെ തന്നെ മുള്ളാത്തയും കൂടിയാണ്. ഇത് പേര. ഇവിടെ നിൽക്കുന്നതാണ് മൾബറി. കണ്ടോ, മൾബറി നിറയെ മൾബറി ഉണ്ടായിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ഈ പിള്ള പറിച്ച എല്ലാം തീർത്തത്. ഇതിൻ്റെ ഇടയിലെല്ലാം മൾബറി പഴുത്താണ് കണ്ടോ. അലക്സ് വെളി ചാടിയ ഇതൊന്നും തന്നെ കാണത്തില്ല. ഇപ്പോൾ വൈകുന്നേരം ഇവിടേക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇതെല്ലാം തന്നെ അലക്സു പറിച്ചു കൊണ്ട് പോകും. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും തന്നെ ഗ്രാഫ്റ്റ് ചെയ്തതല്ല കേട്ടോ. ഇനി ആകെ കൂടി നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച ബേറാപ്പിളിൻ്റെ ചെടി ഇതാണ് കേട്ടോ, ഇളന്തിപ്പഴം കണ്ടോ. ഇതാണ് നിറയെ പൂവിട്ടാണ് നിൽക്കുന്നത് കണ്ടോ. ഇതിപ്പോൾ പുതിയ തളിര് വന്നേക്കണതാണ് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം പുതിയതായിട്ട് വന്നേക്കണതാണ് ഈ 4 ഇല. അപ്പോൾ ഇതാണ് നമ്മുടെ ബേറാപ്പിള്. അപ്പോൾ നമ്മുടെ പഴച്ചെടികളെല്ലാം തന്നെ കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇത് എല്ലാം തന്നെ നട്ടിരിക്കുന്നത് മണ്ണും അതുപോലെ തന്നെ മണലും ചകിരിച്ചോറും ചാണകപ്പൊടിയും ചേർത്തിട്ടാണ് ഇതെല്ലാം തന്നെ നട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ സാധാരണ കൊടുക്കുന്ന വളം തന്നെയാണ് ഈ ചെടികൾക്കെല്ലാം തന്നെ കൊടുക്കുന്നത്. 2 ആഴ്ച കൂടുമ്പോഴാണ് നമ്മൾ വളമിട്ട് കൊടുക്കുന്നത്. സ്റ്റെറാമീലാണ് അല്ലെങ്കിൽ ചാണകപ്പൊടി ഏതായാലും കുഴപ്പമില്ല, ഇട്ട് കൊടുത്താൽ മതിയാവും. കൂട്ടുകാരുടെ കയ്യിൽ ഏത് വളമാണുള്ളത് ആ വളം ഇട്ട് കൊടുക്കുക. 2 ആഴ്ച കൂടുമ്പോൾ വളമിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എൻ്റെ പഴച്ചെടിയെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഒരു മത്തങ്ങേനെ ഒന്ന് പറിക്കാനുണ്ട്. അപ്പോൾ ആദ്യം പോയി നമുക്ക് മത്തങ്ങ ഒന്ന് കണ്ടിട്ട് വരാം. ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ മത്തങ്ങ കിടക്കുന്നത് കണ്ടോ.
ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോൾ നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട്. കാണാമോ കൂട്ടുകാർക്ക്? നല്ല നല്ല ഭാരമുണ്ട് കേട്ടോ ഇതിന്. എന്തായാലും ഒരു 3-4-5 കിലോ വരും കേട്ടോ ഇത്. ഉണ്ട്, നല്ല വലിയ മത്തങ്ങയാണ്. ഇവിടെ നിന്ന് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഇവനെ കട്ട് ചെയ്തെടുക്കാം. ഉണ്ടോ, നല്ല സൈസുള്ള മത്തങ്ങയാണ്. ഇവിടെ എന്തോ കുത്തിയിട്ടുണ്ട് കേട്ടോ ഇതിന്. ഉണ്ടോ, ഇത്ര ആയിട്ട് പോലും പിന്നെയും വന്ന് കുത്തണ കണ്ടോ. അതിൻ്റെ അടിയിൽ എന്തോ ഒന്ന് കുത്തിയിട്ടോ. ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു കടന്നിലിരിക്കണ കണ്ടതാണ്. അപ്പോൾ അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. അവനായിരിക്കും ഇതൊരു കുത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവനെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. മറ്റേ മത്തങ്ങയും ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും അതിനെ ഇന്ന് പറിക്കുന്നില്ല, 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് അവനെ പറിക്കാം. എന്തായാലും ഈ ഒരു മത്തങ്ങയെ നമുക്ക് ഇന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ പോയി മത്തങ്ങ ഇങ്ങ് പറിച്ച് കൊണ്ട് വന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കയ്യിൽ മൊബൈലുള്ളതുകൊണ്ട് നമുക്ക് രണ്ടും കൂടി നടക്കില്ല കട്ട് ചെയ്യാനായിട്ട്. അപ്പം ഞാൻ മത്തങ്ങേനെ ഇവിടെ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മേ കണ്ടോ, ഇതെൻ്റെ കയ്യിലിരിക്കുമ്പോൾ എനിക്ക് എന്തൊരു സന്തോഷമാണെന്നോ. കണ്ടോ, നമ്മുടെ മത്തങ്ങയാണ് കണ്ടോ, നല്ല വലിയ മത്തങ്ങയാണ്. ഇതെന്തോരം ഉണ്ടാവും ഈ കിലോ കണക്ക് പറയാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടേ നല്ലൊരു 3-4-5 കിലോ കാണേണ്ടതാണ്. കണ്ടോ, നല്ല വെയിറ്റ് ഉണ്ട് ഇതെടുക്കാനായിട്ട്. കണ്ടോ, ചെടിച്ചട്ടിയിലുണ്ടായ മത്തങ്ങയാണ് കണ്ടോ. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു പ്രാണി വന്ന് കുത്തിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും വലുതായിട്ട് പോലും ഈ പ്രാണികൾക്കൊന്നും ചുമ്മാ കണ്ടിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇതുപോലെ വന്ന് കുത്തിയിട്ട് പോകും. വേറെ അകത്തേക്കൊന്നും പോയിട്ടില്ല എന്ന് വിചാരിക്കണു. ഞാൻ പറഞ്ഞില്ലേ രാവിലെ വന്നിട്ട് നമ്മുടെ കടന്നല് ചേട്ടൻ ഇവിടെ കിടന്ന് കുറച്ച് പണി എടുക്കുന്നുണ്ടായിരുന്നു. അവൻ കുത്തിപ്പൊട്ടിച്ചതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മത്തങ്ങ. എനിക്കിതിങ്ങനെ പൊക്കി പിടിച്ചിട്ട് തന്നെ ശ്വാസം കൂട്ടിയിട്ട് പാടില്ല, ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരുന്നിട്ടേ, കാരണം അത്ര നല്ല വെയിറ്റ് ഉണ്ട് ഇതിന് കണ്ടോ. അപ്പോൾ ചേട്ടനുണ്ടായെങ്കിൽ പറഞ്ഞേനെ ഇത് എന്തുമാത്രമാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന്. ഇതാണ് എൻ്റെ മത്തങ്ങ. അപ്പോൾ നമ്മുടെ പഴച്ചെടിയുടെ കൂട്ടത്തിൽ നമുക്കൊരു മത്തങ്ങയും കൂടി വിളവെടുക്കാനായിട്ട് ഉണ്ടായി കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. എന്താ പറയുക, ചേട്ടൻ വരുമ്പോൾ ഇത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ പഴച്ചെടികളുടെയും അതുപോലെ തന്നെ നമ്മുടെ മത്തങ്ങയുടെയും വിശേഷം. ഇതിന് ഞാൻ മുറിക്കുന്നില്ല കേട്ടോ. ഇതിന് മുമ്പ് ഞാൻ മത്തങ്ങ മുറിച്ച് കാണിച്ചിരുന്നു. അപ്പോൾ ഈ മത്തങ്ങന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മുറിക്കുന്നുള്ളൂ. അന്ന് മുറിച്ച മത്തങ്ങ തീർന്നിട്ടില്ല. 2 കറി ഞാൻ വെച്ചു. ഇനി ഒരു കറിക്കും കൊണ്ടുള്ള മത്തങ്ങയുണ്ട്. അപ്പോൾ അത് ചെറിയ മത്തങ്ങ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വലിയ മത്തങ്ങയാണ്. ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മുറിച്ചാൽ മതിയാകും. അപ്പോൾ കാണിക്കാനായിട്ട് ഒരു പഴച്ചെടിയും കൂടി ഉണ്ട് കേട്ടോ. ഞാനത് കാണിക്കാൻ വിട്ടുപോയി. ഇവിടെ സ്ട്രോബെറി ഞാൻ നട്ടിട്ടുണ്ട്. അപ്പോൾ അധികം ആയിട്ടില്ല നട്ടിട്ട്. നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കണ്ടോ. അപ്പോൾ നട്ട് ഇത്രേ ആയിട്ടുള്ളൂ. നമ്മളൊരു പാത്തിയിലാണ് വെച്ചിരിക്കുന്നത്, വെള്ളം പോകുന്ന പാത്തിയില്ലേ, ആ പാത്തിയിലാണ് സ്ട്രോബെറി ചെടി നട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വിശേഷം ഞാൻ പിന്നീട് പറയാം കേട്ടോ. ഇനി നമുക്ക് ഒരു മാവും തൈയും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് കാണിക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ മാവും തൈ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ മാവും തൈ, ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന മാവും തൈയാണ് കണ്ടോ. അതിൻ്റെ വണ്ണം കണ്ടോ, ഇത്രയും വണ്ണമായിട്ടുണ്ട് കണ്ടോ. ഇതാണ്, പൂത്തിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന് നട്ടതാണ്. 3 കമ്പായിട്ടാണ് നിൽക്കുന്നത്. അടുത്ത വർഷം കായ്ക്കുമായിരിക്കുമെന്ന് വിചാരിക്കണം കേട്ടോ. കായ്ക്കൊന്നും അറിയില്ല. കായ്ച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂട്ടുകാരെ കാണിച്ച് തരുന്നതായിരിക്കും കേട്ടോ. കണ്ടോ, ഇതാണ്. ഞാൻ ഒരുപാട് അങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ താഴേക്ക് പോകും. ഇതൊരു തെല്ലത്തായിട്ടാണ് വെച്ചിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നിൽക്കുന്ന മാവും തൈ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.